പ്രകൃതി സംരക്ഷണം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ആശയം മുന്നിൽ കണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ വർഷം ഉടനീളം IPL-ൽ കളിച്ചത്. ഇത്തവണ അവരുടെ പരിസ്ഥിതി സ്നേഹത്തിന് മാറ്റമുണ്ടാകുമോ എന്നായിരുന്നു കളി ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ സ്ഥിതിയിൽ കാര്യമായി മാറ്റമൊന്നും വന്നിട്ടില്ല. 2026 IPL സീസണിൽ 3 മത്സരം കളിച്ച CSK 3ലും തോറ്റ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു എതിരാളികൾ. ടോസ് നേടിയ റോയൽസ് ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 2020 വേൾഡ് കപ്പിൽ വമ്പൻ പ്രകടനം നടത്തിയ സഞ്ജു സാംസൺ CSKയുടെ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ നന്ദ്രെ ബർഗൻബ് പന്തിൽ ബൗൾഡായി സഞ്ജു മടങ്ങി. 7 പന്തിൽ 6 റൺസ് മാത്രമായിരുന്നു താരത്തിന്റെ സമ്പാദ്യം. ക്യാപ്റ്റൻ ഗെയ്ക്വാദും തിരക്കിട്ട് ഗാലറിയിലേക്ക് മടങ്ങി. ചെന്നൈ ബാറ്റർമാരിൽ 43 റൺസ് എടുത്ത ജാമി ഓവർട്ടൺ അല്ലാത്ത എല്ലാവരും നിരാശപ്പെടുത്തി. ചെപ്പോക്കിൽ മരം നട്ട് പാരമ്പര്യമുള്ള CSK ഗുവാഹത്തിയിലെ ബാരസ്പര സ്റ്റേഡിയത്തിലും പരിസ്ഥിതി പ്രവർത്തകരെ നിരാശപ്പെടുത്തിയില്ല. 194 ഓവറിൽ 127-ന് ടീം ഓൾ ഔട്ട്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമായി. 15 പന്തിൽ 50 നേടിയ വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ പ്രകടനത്തിലൂടെ 12.1 ഓവർ പിന്നിട്ടപ്പോഴേക്കും 8 വിക്കറ്റ് ജയം. രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ആയിരുന്നു എതിരാളികൾ. ഇത്തവണ പരിസ്ഥിതി സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറി അല്പം ആക്രമണോത്സുകതയോടെയായിരുന്നു ടീമിന്റെ ബാറ്റിംഗ്. 7 റൺസുമായി പുറത്തായ സഞ്ജു വീണ്ടും നിരാശപ്പെടുത്തി. 28 നേടി ക്യാപ്റ്റൻ പുറത്തായി. എന്നാൽ ആയുഷ് മാത്രേ തകർത്തടിച്ചു. 43 പന്തിൽ 73 റൺസ്, 5 സിക്സുകളും 6 ഫോറുകളും ഈ കൗമാരക്കാരന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. കഴിഞ്ഞ കളിയിൽ ജഡേജയുടെ മുമ്പിൽ കുടുങ്ങിയെങ്കിലും 2020 ലോകകപ്പിൽ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത ശിവം ദുബെ കൂടി മഞ്ഞ ജേഴ്സിയിൽ തകർത്തടിച്ചു. 45 റൺസ് നേടിയ താരം പുറത്താകാതെ നിന്നു. അവസാന ഓവറുകളിൽ സർഫറാസ് ഖാനും ആഞ്ഞടിച്ചു. എന്നാൽ മറുപടി ബാറ്റിംഗ് പഞ്ചാബ് കിങ്സിന് ഒട്ടും തന്നെ ബുദ്ധിമുട്ടായില്ല. ചെപ്പോക്കിലെ CSK ബൗളർമാർ തലങ്ങും വിലങ്ങും തല്ലുവാങ്ങി. പ്രിയാൻ ഷാരിയെയാണ് വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. 11 പന്തിൽ 39 റൺസ് അടിച്ചുകൂട്ടിയാണ് താരം പുറത്തായത്. പിന്നാലെ പ്രഭ്സിമ്രൻ സിംഗും കൂപ്പർ കനോലിയുമെല്ലാം തകർത്തടിച്ചു. സിംഗ് 43-ഉം കനോലി 36-ഉമാണ് അടിച്ചെടുത്തത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 29 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതോടെ പഞ്ചാബ് വിജയമുറപ്പിച്ചു. 18.4 ഓവറിൽ പഞ്ചാബിന് 5 വിക്കറ്റ് ജയം. മൂന്നാം തവണ CSKയെ തോൽപ്പിച്ചത് RCB. ചിന്നസ്വാമിയിൽ ടോസ് നേടിയ ചെന്നൈ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പവർ പ്ലേയിൽ പതിയെ തുടങ്ങിയ ഫിൽ സോൾട്ട് വിരാട് കോഹ്ലി സഖ്യത്തിന്റെ ബാറ്റിംഗ് കണ്ട് തന്റെ തീരുമാനം ശരിയായെന്ന് CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് ഒരു നിമിഷം തോന്നിയിരിക്കണം. പക്ഷേ കഥ മാറാൻ അല്പനേരം മാത്രമേ വേണ്ടിവന്നുള്ളൂ. 4.3 ഓവറിൽ 28 റൺസുമായി വിരാട് മടങ്ങിയെങ്കിലും സോൾട്ട് താളം കണ്ടെത്തി. രണ്ടാം വിക്കറ്റിൽ പടിക്കലുമായി ചേർന്ന് 56 റൺസിന്റെ കൂട്ടുകെട്ടാണ് സോൾട്ട് നടത്തിയത്. 10.4 ഓവറിൽ ടീം സ്കോർ 93 ആയപ്പോൾ 46 റൺസ് എടുത്ത സോൾട്ട് മടങ്ങി. മൂന്നാം വിക്കറ്റിൽ ക്യാപ്റ്റൻ രജത് പട്ടിദാർ ക്രീസിലെത്തിയതോടെ RCB ശരിക്കും ഫയറായി. 21 പന്തിൽ 58 റൺസാണ് പട്ടിദാർ പടിക്കൽ സഖ്യം അടിച്ചെടുത്തത്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി കുറിച്ചാണ് പടിക്കൽ പുറത്തായത്. അപ്പോഴേക്കും സ്കോർ ബോർഡിൽ 151 റൺസ് കൂട്ടിച്ചേർത്തിരുന്നു RCB. ശേഷം ക്രീസിലെത്തിയത് ടിം ഡേവിഡ്. ആദ്യത്തെ കുറച്ചു പന്തുകളെ പ്രതിരോധിച്ച് പിച്ചിന്റെ ഗതി മനസ്സിലാക്കിയ ടിം ഡേവിഡ് പിന്നീട് കത്തിക്കയറി. 28-ൽ നിൽക്കെ താരം അൻഷുൽ കമ്പോജിന്റെ പന്തിൽ ക്ലീൻ ബൗൾഡായെങ്കിലും അതൊരു നോ ബോളായിരുന്നു. ഫ്രീ ഹിറ്റ് സിക്സർ പറത്തി ഇന്നിംഗ്സിലെ പുനർജന്മം അയാൾ ശരിക്കും ആഘോഷിച്ചു. ജാമി ഓവർട്ടൺ എറിഞ്ഞ ഒരു പന്ത് ഡേവിഡിന്റെ ബാറ്റിൽ നിന്ന് 106 മീറ്റർ ഉയരത്തിൽ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര കടന്നുപോകുന്നതാണ് ആരാധകർ കണ്ടത്. 8 പടുകൂട്ടൻ സിക്സുകൾ, 3 ഫോറുകൾ. ഓസീസ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് 25 പന്തിൽ 70 റൺസ്. ഇന്നിംഗ്സിലെ അവസാന പന്ത് ബൗണ്ടറി അടിച്ച് താരം RCB സ്കോർ 250-ലെത്തിച്ചു. കൂടെ 19 പന്തിൽ 48 റൺസ് നേടിയ ക്യാപ്റ്റനും കട്ടയ്ക്ക് പിടിച്ചു നിന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് തുടക്കത്തിൽ തന്നെ തെറ്റി. ആദ്യ ഓവറിലെ 5-ാം പന്തിൽ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് പുറത്ത്. സ്കോർ 9-1. അടുത്ത നിമിഷം വൺ ഡൗണായി എത്തിയ ആയുഷ് മാത്രയും പുറത്ത്. ടീം സ്കോർ 10-2. ടീം സ്കോർ 30-ൽ നിൽക്കെ സഞ്ജു സാംസൺ കൂടാരം കയറി. ഒരറ്റത്ത് വിക്കറ്റുകൾ വീഴ്ന്നുകൊണ്ടിരുന്നപ്പോഴും സർഫറാസ് ഖാൻ ടീമിന്റെ പ്രതീക്ഷയായി നിന്നു. 25 പന്തിൽ 50 റൺസ് അടിച്ച താരമാണ് ടീം സ്കോർ 78-ൽ നിൽക്കെ പുറത്തായത്. ഒരു ഘട്ടത്തിൽ 100 റൺസിനുള്ളിൽ CSK ഓൾ ഔട്ടാകുമെന്ന് പോലും ആരാധകർ ഭയന്നിരുന്നു. 14.20 കോടി മുടക്കി ടീമിലെത്തിച്ച കാർത്തിക് ശർമ്മയും നിരാശപ്പെടുത്തി. ടീം സ്കോർ 84-5. ശേഷം 18 റൺസ് എടുത്ത ശിവം ദുബെ മടങ്ങി. ടീം സ്കോർ 108-6.
ജിതേഷ് ശർമ്മയുടെ അത്യുഗ്രൻ ക്യാച്ചിലാണ് താരം പുറത്തായത്. 7ാം വിക്കറ്റിൽ പ്രശാന്ത് വീറും ജാമി ഓവർട്ടനും പൊരുതി നോക്കി. 15.1 ഓവറിൽ ടീം സ്കോർ 165-ലെത്തിച്ചാണ് 43 റൺസ് നേടിയ പ്രശാന്ത് ക്രീസ് വിട്ടത്. ഓവർട്ടൺ 37 റൺസും നേടി പുറത്തായി. നൂർ അഹമ്മദും മാറ്റ് ഹെൻറിയും കൂടി പുറത്തായതോടെ CSK 207-ന് ഓൾ ഔട്ടായി. 19 റൺസുമായി അൻഷുൽ കമ്പോജ് മാത്രം പുറത്താകാതെ നിന്നു. RCBക്ക് 43 റൺസിന്റെ ഉജ്ജ്വല വിജയം. ചെന്നൈക്ക് തുടർച്ചയായ 3ാം തോൽവി. 3ലും തോറ്റെങ്കിലും 2 കളികളിൽ ടീം സ്കോർ 200 കടത്തിയ ബാറ്റർമാരിൽ ഇപ്പോഴും CSKക്ക് വിശ്വസിക്കാം. കൂടെ പരുക്കുമാറി ഡെവാൾഡ് ബ്രെവിസും ചേരുമ്പോൾ അതിന് ശക്തി കൂടും. പക്ഷേ ബൗളർമാർ നിരന്തരം തല്ലുകുളികളാകുകയാണ്. ഓസീസ് പേസർ നാഥൻ എല്ലിസ് പരിക്കേറ്റ് റൂൾഡ് ഔട്ടായത് ടീമിന് വലിയ തിരിച്ചടിയായി. പകരക്കാരനായി എത്തിച്ച സ്പെൻസർ ജോൺസൺ ഇതുവരെ കളിച്ചിട്ടുമില്ല. മാറ്റ് ഹെൻറിയും അൻഷുൽ കമ്പോജും ജാമി ഓവർട്ടനും നൂർ അഹമ്മദും ശിവം ദുബൈ എന്ന് വേണ്ട, പന്തെടുക്കുന്ന എല്ലാവരും തല്ലുവാങ്ങുന്ന സ്ഥിതിയാണ്. അല്പമെങ്കിലും സ്ഥിരതയോടെ പന്തെറിയുന്നത് ഖലീൽ അഹമ്മദ് മാത്രമാണ്. തൊട്ടതെല്ലാം തെറ്റുന്ന ചെന്നൈക്ക് എവിടെയൊക്കെയാണ് പിഴയ്ക്കുന്നതെന്ന് മാനേജ്മെന്റിന് പരിശോധിക്കാനുള്ള സമയമാണിത്. IPLൽ 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണയും പോയിന്റ് പട്ടികയുടെ താഴ്ഭാഗത്ത് നിലയുറപ്പിക്കുമോ? MS ധോനി പരിക്കുമാറി തിരിച്ചുവരുമ്പോൾ ടീമിന്റെ പ്രകടനത്തിന് മാറ്റം വരുമെന്ന പ്രത്യാശയിലാണ് ആരാധകർ ആശ്വസിക്കുന്നത്.